അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് എവരിവൺ. നമ്മൾ നമ്മുടെ ക്ലാസ്സിൻ്റെ 30ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ 29 ക്ലാസ്സുകളിൽ നാം ഇംഗ്ലീഷ് ഉപയോഗിക്കാനുള്ള നിരവധി യൂസേജുകൾ, വളരെ ലളിതമായ പാഠങ്ങളാണ് പഠിച്ചത്. അതെല്ലാം പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഇംഗ്ലീഷ് വളരെയധികം നിഷ്പ്രയാസം സംസാരിക്കാനും അതുപോലെ തന്നെ എഴുതാനും സാധിക്കും. ഇപ്പോൾ നമ്മൾ 30ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ പാഠത്തിൻ്റെ ഒരു തുടർച്ചയാണ് ഈ പാഠത്തിലെ പാഠ്യവിഷയം എന്ന് പറയുന്നത്. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ നീ വരാറുണ്ടോ എന്നൊക്കെ ചോദിക്കാനാണ് പഠിച്ചത്. എങ്കിൽ ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് അവൻ ഇവിടെ വരാറുണ്ടോ, അതുപോലെയുള്ള വാചകങ്ങൾ പഠിക്കാനാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഒരു ഡസ് എന്നുള്ള ഓക്സിലറി ഉപയോഗിക്കുക. അതിനുശേഷം സബ്ജക്റ്റ് ഉപയോഗിക്കുക. ഇവിടെ സബ്ജക്റ്റിൽ പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടത് ഐ യു ഒഴികെയുള്ള ഏത് ഏകവചനവും നമുക്കിവിടെ സബ്ജക്റ്റ് ആക്കാം. എല്ലാ ഏകവചനവും സബ്ജക്റ്റ് ആക്കാം, 2 എണ്ണം ഒഴികെ. ഐ എന്നുള്ളത് പറ്റില്ല, യു എന്നുള്ളതും പറ്റില്ല. അപ്പോൾ ഐ യു എന്നിവ ഒഴികെയുള്ള എല്ലാ ഏകവചനങ്ങളും നമുക്കിവിടെ സബ്ജക്റ്റായി കൊടുക്കാം. അതിനുശേഷം ഒരു വെർബാണ് വേണ്ടത്. അത് കഴിഞ്ഞാൽ നമ്മുടെ വാചകം അവിടെ അത്യാവശ്യമായിട്ടുള്ള വാചകത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ അവിടെ പൂർണ്ണമായി. പിന്നീട് നമുക്ക് ആശയപൂർത്തീകരണത്തിന്, ആശയം ദീർഘിപ്പിക്കുന്നതിന് ആവശ്യമായ വാക്കുകൾ കൊടുക്കാം എന്ന് മാത്രം. അപ്പോൾ അതിൽ ഒരു ഉദാഹരണം, ഡസ് ഹീ സ്റ്റഡി വെൽ, അവൻ നന്നായി പഠിക്കുന്നോ. 3 അർത്ഥമാണ് അതിന് വരിക. ഡസ് ഹീ സ്റ്റഡി വെൽ, അവൻ നന്നായി പഠിക്കുന്നോ, പഠിക്കുന്നുണ്ടോ, പഠിക്കാറുണ്ടോ. അതായത് ചെയ്യുന്നോ, ചെയ്യുന്നുണ്ടോ, ചെയ്യാറുണ്ടോ എന്നുള്ള 3 തരത്തിലുള്ള അർത്ഥവും കിട്ടാൻ വേണ്ടി നമ്മൾ പ്രയോഗിക്കേണ്ട വാക്യഘടനയാണ് ഫസ്റ്റ് ഡസ് ഉപയോഗിക്കുക, പിന്നെ ഐ യു ഒഴികെയുള്ള ഏകവചനം സബ്ജക്റ്റ് കൊടുക്കുക, മൂന്നാമതൊരു വെർബ് കൊടുക്കുക എന്നുള്ളത്. ഏതാനും മറ്റു ഉദാഹരണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ഡസ് ദാറ്റ് ടീച്ചർ കം ഹിയർ, ആ ടീച്ചർ ഇവിടെ വരാറുണ്ടോ, വരുന്നോ എന്നുള്ള അർത്ഥവും കിട്ടും. ഡസ് ഹി കം വിത്ത് ഹിം, അവൻ അവൻ്റെ കൂടെ വരുന്നോ, വരുന്നുണ്ടോ. ഡസ് അജ്മൽ സ്റ്റാൻഡ് ദർ, അജ്മൽ അവിടെ നിൽക്കുന്നോ, നിൽക്കുന്നുണ്ടോ, നിൽക്കാറുണ്ടോ. ഈ 3 തരത്തിൽ ഏതാണ് നമുക്ക് ആവശ്യമായി വരുന്നത് എങ്കിലും നമ്മൾ ഉപയോഗിക്കേണ്ട സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇത് പ്രകാരമുള്ള സെൻറ്റൻസ് ആണ്. ഫസ്റ്റ് ഡസ് ഉപയോഗിക്കുക, ദെൻ ഏകവചനം സബ്ജക്റ്റ് ഉപയോഗിക്കുക, ഐ യു ഒഴികെയുള്ളത്, മൂന്നാമത് വെർബ് ഉപയോഗിക്കുക. പ്രധാനമന്ത്രി ഇവിടെ വരാറുണ്ടോ. ഡസ് പ്രൈം മിനിസ്റ്റർ കം ഹിയർ, ഡസ് പ്രൈം മിനിസ്റ്റർ സേ ദാറ്റ്, പ്രധാനമന്ത്രി അത് പറയുന്നോ. ഇപ്പോൾ നമുക്ക് ചോദ്യമായിട്ടാണ് ഇതിനെ പ്രയോഗിക്കാൻ കഴിയുന്നത്. ഡസ് ചീഫ് മിനിസ്റ്റർ ഗോ ദർ, മുഖ്യമന്ത്രി അവിടെ പോകുന്നോ, പോകുന്നുണ്ടോ, പോകാറുണ്ടോ എന്നൊക്കെ നമുക്കിവിടെ അർത്ഥം കിട്ടും. ഡസ് മദർ മേക്ക് സ്നാക്സ്, ഉമ്മ സ്നാക്കുകൾ ഉണ്ടാക്കാറുണ്ടോ. ഈ തരത്തിലുള്ള സെൻറ്റൻസുകളാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത്. ഡസ് അനസ് ടീച്ച് വെൽ, അനസ് നന്നായി പഠിപ്പിക്കുന്നോ, പഠിപ്പിക്കുന്നുണ്ടോ, പഠിപ്പിക്കാറുണ്ടോ. ഡസ് അഹമ്മദ് ഫാസ് സിംഗ് വെൽ, ഫാസ് നന്നായി പാടാറുണ്ടോ. അങ്ങനൊരു പേര് വെച്ചതിൻ്റെ ഉദാഹരണമാണ് ഈ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പേര് വെച്ചും വ്യത്യസ്തമായ സെൻറ്റൻസുകൾ ഇവിടെ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഡസ് മദർ മേക്ക് ബിരിയാണി, ഉമ്മ ബിരിയാണി ഉണ്ടാക്കാറുണ്ടോ. ഇപ്പം നമുക്ക് ഉമ്മ ചായ ഉണ്ടാക്കാറുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം. ഡസ് മദർ മേക്ക് ടീ എന്നാണ് ചോദിക്കേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉപയോഗിച്ചത് ഡസ് എന്നുള്ളതാണ്. അതിനുശേഷം സബ്ജക്റ്റ് ഏതാണോ സബ്ജക്റ്റ് എങ്കിൽ അതവിടെ ചേർത്ത് കൊടുത്തു. ഐ ഒഴികെയുള്ള ഏകവചനമായിരിക്കണം. അത് ഡസ് ആവുന്നത് കൊണ്ട് അങ്ങനെയാണ് അതിൻ്റെ ഘടന എന്ന് പറയുന്നത്. അതിൻ്റെ ഘടന അങ്ങനെയാണ്. അതുപോലെ തന്നെ മൂന്നാമത് വെർബ് കൊടുത്തു എന്നുള്ളതാണ്. മൂന്നാമത് വെർബ് ചേർത്ത് അതിനുശേഷം നമുക്ക് ആവശ്യമായ സെൻറ്റൻസുകളെ ദീർഘമാക്കി നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അവൻ അമേരിക്കയിൽ പോകുന്നോ. ഡസ് ഹി ഗോ ടു അമേരിക്ക, അങ്ങനെയാണത് ചോദിക്കേണ്ടത്. അവൾ ഫ്രാൻസിലേക്ക് പോകുന്നുണ്ടോ. ഡസ് ഷീ ഗോ ടു ഫ്രാൻസ്. അവൾ പട്ടാമ്പിയിലേക്ക് പോകുന്നുണ്ടോ. അവൾ കോളേജിലേക്ക് പോകാറുണ്ടോ. ഡസ് ഷീ ഗോ ടു കോളേജ്, അവൾ എന്നും കോളേജിലേക്ക് പോകാറുണ്ടോ. അവൾ നന്നായി പാടാറുണ്ടോ. ഡസ് ഷീ സിംഗ് വെൽ എന്നാണത് ചോദിക്കേണ്ടത്. അവൾ മധുരമായി പാടാറുണ്ടോ. ഡസ് ഷീ സിംഗ് സ്വീറ്റ്ലി, അവൾ മധുരമായി പാടാറുണ്ടോ. അവൾ മനോഹരമായി പാടാറുണ്ടോ എന്നാണെങ്കിൽ
ഡസ് ഷീ സിങ് ബ്യൂട്ടിഫുള്ളി? അവൾ മനോഹരമായി പാടാറുണ്ടോ? ഈ തരത്തിലുള്ള ഏത് സെൻറ്റൻസുകളും ചോദിക്കാനുള്ള ഈ മൂന്നർത്ഥവും ചെയ്യുന്നോ, ചെയ്യുന്നുണ്ടോ, ചെയ്യാറുണ്ടോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ചോദിക്കാനുള്ള പാഠമാണ് നമ്മളിവിടെ പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് സ്വായത്തമാക്കുക. കൂടുതൽ പരിശീലനം നേടുക വഴി നമുക്കിതിനെ ഫ്ലുവൻ്റാക്കി തീർക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു പാഠം പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ വളരെയധികം കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു പാഠം കൂടിയാണ് ഇത്. ഡസ് വന്നു കഴിഞ്ഞാൽ ഏതെല്ലാം സബ്ജക്റ്റുകൾ വരും എന്നുള്ളത് നമ്മളൊന്ന് നാവിന് പരിശീലനം കൊടുക്കാൻ ഇങ്ങനെ പറഞ്ഞു നോക്കുന്നത് നല്ലതാണ്. ഡസ് ഷീ, ഡസ് ഹീ, ഡസ് അജ്മൽ, ഡസ് സന, ഡസ് സൽമാൻ, ഡസ് മുസ്തഫ, ഇങ്ങനെ ഓരോ പേരുകൾ. ഡസ് ഫാദർ, ഡസ് മദർ, ഡസ് ബ്രദർ, ഡസ് സിസ്റ്റർ, ഡസ് പ്രൈം മിനിസ്റ്റർ, ഡസ് ചീഫ് മിനിസ്റ്റർ, ഡസ് ഗവർണർ, ഇങ്ങനെ ഓരോ സ്ഥാനങ്ങളാണെങ്കിലും ഏകവചനമായി വരുന്ന എല്ലാ സംഗതികളും ഡസ് സ്റ്റുഡൻറ്റ്, ഡസ് ബോയ് ഒരു ആൺകുട്ടിയാവുമ്പോൾ, ഡസ് ചൈൽഡ്, ഡസ് യുവർ ചൈൽഡ്, ഡസ് യുവർ ചൈൽഡ് പ്ലേ ക്രിക്കറ്റ് വെൽ? നിങ്ങളുടെ കുട്ടി ക്രിക്കറ്റ് നന്നായി കളിക്കാറുണ്ടോ എന്നായി. ഡസ് യുവർ ചൈൽഡ്, ഇപ്പോൾ യുവർ ചൈൽഡ് എന്നുള്ള ഏകവചനമായതുകൊണ്ട് ഡസ് എന്ന് തന്നെയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പാഠം. ഇത് നിങ്ങൾ നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുക. നല്ല രീതിയിൽ പരിശീലനം നേടിയാൽ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള സെൻറ്റൻസുകൾ നിഷ്പ്രയാസം വളരെ ലളിതമായി വളരെ ഫ്ലുവൻ്റായി പറയാൻ സാധിക്കും. അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.